ഇത്രയും മുളച്ചോ? ഇത്രയും മുള വന്ന് നോക്ക്. പട്ടക്ക നടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഗ്രോ ബാഗ്, പിന്നെ കവറ്. ഇതെന്തായിരിക്കും? ഇതെന്താ ഇത്? വെജിറ്റബിളാ, ഒരു വെജിറ്റബിളാ. നട്ടാലോ? ഇപ്പോഴത്തെ ട്രെൻഡാ. കൃഷി വീഡിയോ സെർച്ച് ചെയ്താ കിട്ടുന്ന യൂട്യൂബിൽ പൊട്ടറ്റോ വിളവെടുപ്പ് ഇപ്പോഴത്തെ ട്രെൻഡാ. കൃഷി അറിയാൻ മേലാത്തവർ ഫസ്റ്റ് പരീക്ഷിക്കുന്നതാണ് പൊട്ടറ്റോ കൃഷി. എല്ലാവർക്കും നല്ല വിളവ് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് നടാൻ പോവാണ്. എല്ലാവരും വിളവെടുക്കുമ്പോൾ ഞാൻ നടാൻ പോവുക. ഇത് താമസിച്ചു പോയി. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് മുളയില്ലാത്തതായിരുന്നു. ഈ ചട്ടിക്കകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചു, നനച്ച് വെച്ചു. അപ്പോൾ ഇതിന് മുള വന്നു. ഇപ്പോൾ 1 മാസമായി ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഇത് നട്ടില്ലെങ്കിൽ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നടാം അല്ലേ? വാ, ഈ കവറിലാട്ടോ നടാൻ പോണം ഉരുളക്കിഴങ്ങ്. അപ്പോൾ പൊട്ടറ്റോ നടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം കവറെടുത്തു. അത് കഴിഞ്ഞ് ചവറ് നിറച്ചു, കരിയില നിറച്ചു, എല്ലാത്തിനും നിറയ്ക്കാം. പൊട്ടറ്റോ നടാൻ ആവശ്യമായ കരിയില നിറച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഇതിൽ മണ്ണ്, ചാണകം മിക്സിങ് ഇടണം. മണ്ണെടുത്തു. മണ്ണിലേക്ക് ഇനി ചാണകം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്യാം. മണ്ണ്, ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യണം. കവറിലേക്ക് മണ്ണ് നിറക്കട്ടെ. നടാൻ പോവാട്ടോ. പരീക്ഷണമാണേ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എല്ലാവരും വിളവെടുക്കുമ്പോൾ ഞങ്ങൾ നടാൻ പോകുന്നു. വിഷുവിനെ വിളവെടുക്കാലോ. ഇപ്പം നട്ടു വെച്ചിട്ട് വേണം വിഷു ഏപ്രിൽ ആകുമ്പോഴേക്കും വിളവെടുക്കാൻ. നോക്കാം, ഉണ്ടാകുമോ നോക്കാം. ഇങ്ങനെ കുഴി കുഴിക്കണം. ഇവിടെ ഇങ്ങനെ കുഴിച്ചു. എന്നിട്ട് ഇതാ നന്നായിട്ട് മുളച്ച് ഇതിനകത്തേക്ക് വെക്കണം. എന്നിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇടണം. ചകിരിച്ചോറ് ഇടാം. അതുപോലെ എല്ലാത്തിലും കുഴി കുഴിച്ചു. സാമൂൻ്റെ അതല്ല ഇത് ഞെക്കണ്ട. അങ്ങനെ ഇതിനകത്തേക്ക് എല്ലാം ഒരു കുഴി കുഴിച്ചു വെക്കട്ടെ. എന്നിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇടട്ടെ. എന്നിട്ട് ഇതെടുത്ത് വെക്കട്ടെ. ഇത് ഞെക്കണ്ട, അതിന് ഞെക്കണ്ട. ഇതിൻ്റെ മേലേക്ക് ഇടാം. മണ്ണിട്ടാൽ ചിലപ്പം മുള ചീഞ്ഞു പോയെങ്കിലോ. ഇതിടാം. ശേഖരിച്ചു. അത്ര കുഴിയൊന്നും വേണ്ട. കുറച്ച് മതി. മുള തിരിച്ചു വെച്ചു. ഒരെണ്ണം കൂടെ വെക്കാം. അതിന് ചെറുതല്ലേ. രണ്ടെണ്ണം വെച്ച് വെക്കാം.
ഇത് കുഴപ്പമില്ല ഇത് വെക്കാനോ. ഇനി ഇതാ അങ്ങനെ പൊട്ടറ്റോ നട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞു അല്ലേ? എത്ര പെട്ടെന്നല്ലേ നമ്മൾ പൊട്ടറ്റോ നട്ട് കഴിഞ്ഞേ അല്ലേ? ഇനി അതെന്നുണ്ടാകും? വിഷുവിൻ്റെ അന്ന് നോക്കാം ഉണ്ടാകുമോയെന്ന്. 2 മാസം 3 മാസം വേണ്ടി വരും. നട്ട് കഴിഞ്ഞ് ഇനി വെള്ളം ഒഴിക്കണം. അത് കുറച്ച് സ്യൂഡോമോണസും കൂടെ കലക്കി ഇതിൽ ഒഴിക്കാം. വിഷുവിലേക്ക് ആവശ്യമായ ഒരു പച്ചക്കറി റെഡിയാക്കി കേട്ടോ. ടാറ്റാ ബൈ ബൈ.